ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സിനിമാ ലഹരിയിൽ ഗോവ. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് അരങ്ങുണർന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ മാമാങ്കത്തിന് ഗോവയിൽ തുടക്കമായി. ഗോവയിലെ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ ഇക്കഴിഞ്ഞ 20-നാണ് 55ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരശ്ശീല ഉയർന്നത്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, മേള ഡയറക്ടർ ശേഖർ കപൂർ, ശ്രീ രവിശങ്കർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി. പ്രതിനിധികളെ ത്രസിപ്പിച്ചുകൊണ്ടുള്ള സിനിമാറ്റിക് എക്സ്ട്രാ വാഗൻസയും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി. ചലച്ചിത്ര പ്രവർത്തകർ, സിനിമാസ്വാദകർ, സിനിമാ വ്യവസായ പ്രൊഫഷണലുകൾ എന്നിവർക്ക് ലോക സിനിമയെ അടുത്തറിയാൻ ഒരൊറ്റ വേദി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1952 തുടക്കം കുറിച്ചതാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അഥവാ ഇഫി. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ഗോവ സർക്കാർ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ചലച്ചിത്ര ബഹുസ്വരതയെയും വൈവിധ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് രാജ്യാന്തര ചലച്ചിത്രമേളയെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. Our festival is one of the largest festival in the international level. മേളയിൽ പ്രദർശിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രങ്ങൾ പരിഗണിക്കുമ്പോൾ IFFIA, കാൻ പോലുള്ള ആഗോള ചലച്ചിത്ര മേളകളുമായി താരതമ്യപ്പെടുത്താവുന്നതാണെന്നും ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. You see that more than 2000 international films are entered here. So that is the response we are getting from the international audience and international delegates. Now we are seeing how the Indian cinemas are playing a huge responsibility and huge role, and they are playing in economic activities also. ഇന്ത്യയിലെയും ആഗോള സിനിമകളിലെയും മികച്ച ചിത്രങ്ങൾ ചലച്ചിത്ര ആസ്വാദകർ കാണുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള IFFIയുടെ തുടർച്ചയായ ശ്രമങ്ങൾ ഇത്തവണയും മേളയിൽ പ്രതിഫലിക്കുന്നു. യുവ ചലച്ചിത്ര പ്രവർത്തകരെ ഇപ്പോഴാണ് ഭാവി എന്ന പ്രമേയവുമായി ഇത്തവണ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 55ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 81 രാജ്യങ്ങളിൽ നിന്നായി 180 അന്താരാഷ്ട്ര സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. മൈക്കിൾ ഗ്രേസി സംവിധാനം ചെയ്ത ഓസ്ട്രേലിയൻ ചിത്രമായ ബെറ്റർമാൻ ആയിരുന്നു ഉദ്ഘാടന ചിത്രം. I'm Robbie Williams. I'm one of the biggest pop stars in the world. This is my story, but I'm not going to tell it in an ordinary way because I don't see myself how others see me. For the next 2 hours, your ass is mine! ഓസ്ട്രേലിയയാണ് ദ കൺട്രി ഓഫ് ഫോക്കസ്, മേളയിലെ ശ്രദ്ധാകേന്ദ്രമായ രാജ്യം. ഇത്തവണത്തെ സത്യജിത്ത് റേ അച്ചീവ്മെന്റ് പുരസ്കാരവും ഓസ്ട്രേലിയൻ സംവിധായകന് സമ്മാനിച്ചു. അസാധാരണ കഥാഖ്യാന രീതി കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ ഓസ്ട്രേലിയൻ സംവിധായകൻ ഫിലിപ്പ് നോയ്സ് സത്യജിത്ത് റേ അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. അഭിനേതാക്കൾ റെഡ് കാർപ്പറ്റിൽ ആദരം ഏറ്റുവാങ്ങിയതും ശ്രദ്ധേയമായി. പ്രാദേശിക സിനിമകൾക്ക് ഇത്തവണ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുള്ളതായും പ്രാദേശിക പ്രതിഭകളെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഗോവൻ ഫിലിംസിന്റെ പ്രത്യേക വിഭാഗം ശ്രദ്ധേയമാണെന്നും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. NFDC का मैं धन्यवाद देता हूँ. इस बार भी गोवन ऑलमोस्ट द 14 फिल्म जो स्क्रीन हो रही है, द प्रोड्यूसर एंड डायरेक्टेड बाय द गोवन फिल्म्स. द लोकल टैलेंट इसके लिए तो प्रमोट हो जाता है. तो फिर इफ़ी इतने सालों से करके यहाँ का जो लोकल टैलेंट और ख़ास करके कोंकणी लैंग्वेज वाली फिल्म्स जो प्रमोशन था, वो प्रमोशन इस बार की इंटरनेशनल फिल्म फेस्टिवल में 14 कर रहे हैं. इसलिए NFDC और एंटायर टीम द गवर्नमेंट ऑफ इंडिया का बहुत बहुत धन्यवाद. ചലച്ചിത്ര ആസ്വാദകരുടെ ആഘോഷമാണിതെന്നും അവരുടെ പ്രോത്സാഹനമാണ് ചലച്ചിത്ര മേഖലയ്ക്ക് കരുത്തേകുന്നതെന്നും പ്രമുഖ ചലച്ചിത്രകാരനും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശേഖർ കപൂർ പറയുന്നു. First asked, it took me 1 second to say yes.
क्या होता है, हाँ बोल देते हो आप, उसके बाद कहते हो, क्यों हाँ बोली? Then you start thinking, and I've said thinking, how can I not support the Indian film industry, the Indian Film Festival? How can I not support anything to do with Indian film? Because I am, because Indian film is, because my whole career depends on that. But, as you rightly said, sir, it's our audiences. When the audiences applaud, we are. If the audiences don't applaud, we don't exist. The first thing that came to me is that we have to celebrate. We are, our audiences are. They took anything from us. Film's only 5% of what people view. പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോമായ വേവ്സിന് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന വേദിയിൽ തുടക്കം കുറിച്ചതും ഏറെ ശ്രദ്ധേയമായി. ദൂരദർശൻ, ആകാശവാണി എന്നിവ ഉൾപ്പെടെയുള്ള തത്സമയ ചാനലുകളും വാർത്തകൾ, വിനോദങ്ങൾ, സ്പോർട്സ് എന്നിങ്ങനെ ബഹുഭാഷകളിലുള്ള സ്വകാര്യ ചാനലുകളും വേവ്സിന്റെ ഉള്ളടക്കം ആകർഷകമാക്കുന്നു. വേവ്സിന്റെ പുതിയ സിനിമകളും പരിപാടികളും ഗോവ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു വരുന്നു. എല്ലാവരും വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാകണമെന്ന് പ്രസാർ ഭാരതി ചെയർമാൻ നവീൻ കുമാർ സെഗാൾ അഭ്യർത്ഥിച്ചു. As a national broadcaster, we have brought all the major regional language programs, our culture, our cultural heritage, our history on a digital platform for the first time. So I would request through you to all our audiences, everybody, please download that app. It's very easy. It's free for everybody except some of the programs which are premium programs. Otherwise, it's free of cost. Everybody should download and have a look at this program. As our public service broadcasting role mandates. ലോകത്തിന്റെ ഏതു ഭാഗത്തും ലഭ്യമാകുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോം പ്രേക്ഷകർക്ക് മുന്നിൽ ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം നൽകുമെന്ന് പ്രസാർ ഭാരതി CEO ഗൗരവ് ദ്വിവേദി പറഞ്ഞു. As the audiences have discovered the newer media of consuming content, digital is one medium which has gained quite a lot of prominence in these days and times. So it is only fitting that Prasar Bharati also forays into this domain. And one of the advantages of this would be also that the content would be available to all audiences, even if they are in the remotest parts of the country or even outside the country. There is a lot of demand for Indian content across the board, across the world. The Indian settlers in various countries also remember their times here in India through these programs. And of course, they want to keep updated with the news, with the entertainment of Indian origin. We will also be making provisions for sharing some of the informative content that is being produced by the ministries of Government of India, by various state governments, and some rare archival material of photographs, of magazines and journals and e-books. We would also be providing facilities for e-games. മൂന്ന് ഇന്ത്യൻ സിനിമകൾ ഉൾപ്പെടെ 15 ചിത്രങ്ങളാണ് ഫീച്ചർ ഫിലിം മത്സര വിഭാഗത്തിലുള്ളത്. പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം, ആദിത്യ സുഹാസ് ജംഭാലയുടെ ആർട്ടിക്കിൾ 370, നിഖിൽ മഹാജന്റെ റാവ് സാഹിബ് എന്നിവയാണ് ഈ വിഭാഗത്തിലെ ഇന്ത്യൻ സിനിമകൾ. രൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത സ്വാതന്ത്ര്യ വീർ സർവർക്കർ ആയിരുന്നു ഇന്ത്യൻ പനോരമ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം. ബ്ലസ്സിയുടെ ആടുജീവിതം, രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ച ഭ്രമയുഗം, അർഫസ് അയൂബ് സംവിധാനം ചെയ്ത ലെവൽ ക്രോസ് എന്നിവയാണ് ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിച്ചു വരുന്ന മലയാള ചിത്രങ്ങൾ. മെയിൻ സ്ട്രീം വിഭാഗത്തിൽ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ്, വിനു ചോപ്രയുടെ 12 വേ ഫെയിൽ, നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായെത്തിയ കൽക്കി 2898 AD എന്നീ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നു. കാലം ചെല്ലുന്തോറും ഇന്ത്യയുടെ രാജ്യാന്തര ചലച്ചിത്രമേള പ്രാധാന്യത്തോടെ മുന്നേറുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നതെന്ന് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നിന്നും ആകാശവാണി മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറും ചലച്ചിത്ര ആസ്വാദകനുമായ പറക്കോട് ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയ്ക്കുള്ള ഒരു പ്രത്യേകത, ഇതിന്റെ 44ാമത്തെ ഫെസ്റ്റിവൽ മുതൽ നമ്മുടെ ഈ ഫെസ്റ്റിവലിന്റെ കോമ്പറ്റീഷൻ വിഭാഗത്തിന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്റർനാഷണൽ ഫിലിം
ഫെഡറേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഫിലിം ഫെസ്റ്റിവലാണിത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച സൃഷ്ടികൾ ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ 81 രാജ്യങ്ങളിൽ നിന്നായി 180-ൽ പരം ചിത്രങ്ങളാണ് സ്ക്രീൻ ചെയ്യുന്നത്. അതിൽ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പുതിയ ചിത്രങ്ങളാണ്. അതിന്റെ ആദ്യത്തെ സ്ക്രീനിംഗ് ആണ് ഗോവയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ 43 ചിത്രങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. 109 ചിത്രങ്ങൾ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തെ മികച്ച ചിത്രങ്ങളുടെ ഒരു പരിച്ഛേദമാണ് 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് കാണാൻ കഴിയും. ലഡാക്കിൽ നിന്നുള്ള ഒരു ചിത്രമായിരുന്നു നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഉദ്ഘാടന ചിത്രമായി അവതരിപ്പിച്ചത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ലഡാക്കി ലാംഗ്വേജിലുള്ള ഒരു ചിത്രം ഇതാദ്യമായാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ നോൺ ഫീച്ചർ വിഭാഗത്തിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയുടെ തെക്ക് നിന്ന് വടക്കേ അറ്റം വരെയുള്ള സംസ്ഥാനങ്ങളിലെ ചിത്രങ്ങളിൽ ഭാഷയിലെ ചിത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ ചിത്രങ്ങളുടെ ഒരു പരിച്ഛേദം തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു സവിശേഷത പ്രസാർ ഭാരതി തുടക്കമിട്ട OTT പ്ലാറ്റ്ഫോമായ വേവ്സിന്റെ ഉദ്ഘാടനം. അതിന് ഒരു പ്രത്യേകത, ദൂരദർശൻ പോലെ ഉള്ള ഒരു മാധ്യമത്തിലെ ദൃശ്യശേഖരത്തിലുള്ള അമൂല്യമായ കലാസൃഷ്ടികൾ, ക്ലാസിക്കുകൾ അത് ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. രാമായണം, മഹാഭാരതം, ശക്തിമാൻ അല്ലെങ്കിൽ ഹംലോഗ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട സൃഷ്ടികൾ 12 ഭാഷകളിലായുള്ള സൃഷ്ടികളാണ് ദൂരദർശന്റെ അമൂല്യമായ ദൃശ്യശേഖരത്തിലുള്ളത്. ഈ TV പ്രോഗ്രാംസ് ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ലഭ്യമാകും. മലയാളി സാന്നിധ്യമാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത്തവണത്തെ ഒരു സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. എവിടെ നോക്കിയാലും മലയാളികളാണ്. വേണമെങ്കിൽ അതിശയോക്തിപരം എന്ന് തോന്നാമെങ്കിലും 2 പ്രേക്ഷകരിൽ ഒരാൾ മലയാളിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മൊത്തത്തിൽ പ്രേക്ഷകർക്ക് ഈ 9 ദിവസവും ഒരു ദൃശ്യ വിരുന്ന് ഒരുക്കിക്കൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാ തിയേറ്ററുകളും പ്രേക്ഷകരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. അതോടൊപ്പം തന്നെ ഗോവയുടെ സംസ്കാരവും ഗോവയുടെ കലാപാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്ന നിരവധി കലാരൂപങ്ങൾ, പ്രദർശനങ്ങൾ ഇവയൊക്കെ ഇതുകൊണ്ട് അനുവദിച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം കലാ അക്കാദമി എന്ന ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും സംവാദങ്ങൾ, വളരെ പ്രശസ്തരായ ചലച്ചിത്ര പ്രവർത്തകരുമായുള്ള സംവാദങ്ങൾ, ചർച്ചകൾ അതും നടക്കുന്നു. അങ്ങനെ ഓരോ വർഷം കഴിയും തോറും വളരെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലായി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ മാറുന്നു. 47 വനിതാ സംവിധായകരുടെയും 66 നവാഗത സംവിധായകരുടെയും ചിത്രങ്ങൾ മേളയിലെ മറ്റൊരാകർഷണമാണ്. മിസിസ് എന്ന സിനിമയുടെ സംവിധായകയായ ആരതി കടാവ്. Mrs. is for me is a very beautiful and a very personal story of this girl, a girl who's filled with so much dreams and she gets married and it's her journey, how to find her way to, achieve those dreams eventually. സ്നോഫ്ലവർ ചിത്രത്തിന്റെ സംവിധായകൻ ഗജേന്ദ്ര വിറ്റൽ അഹിരെ. स्नो फ्लावर जो कहानी है ये क्रॉस कंट्री कहानी हम कह सकते हैं कि ये एक साथ रशिया में भी चलती है और एक साथ ये कोंकण के मालवण में भी चलती है. तो ये वहां पर एक पोती है और यहाँ पर दादी है और उन दोनों के खिंचाव की कहानी है. इट्स अ वेरी इमोशनल स्टोरी और 2 देश, 2 कल्चर, 2 भावनाएं और 2 दूरियां, इनकी ये कहानी है. പ്രദർശനങ്ങൾ, സാംസ്കാരിക വിനിമയം, സെമിനാറുകൾ, പാനൽ ചർച്ചകൾ തുടങ്ങിയവ കൊണ്ട് 55ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേള സജീവമാവുകയാണ്. ലോക സിനിമകൾ, ഇന്ത്യൻ പ്രാദേശിക സിനിമകൾ, റെട്രോസ്പെക്റ്റീവ്, ഡോക്യുമെന്ററികൾ തുടങ്ങി കാഴ്ചയുടെ പൂരമാണ് സിനിമാ പ്രേമികൾക്ക് ഈ മാസം 28 വരെ ഗോവ സമ്മാനിക്കുന്നത്. കാതോർക്കാം, കാത്തിരിക്കാം സ്വർണ്ണമയൂരം, രജതമയൂരം പുരസ്കാരങ്ങൾക്കായി. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.